തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനുരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. പ്പെട്ടവനെ നമ്മളോട് കരുണയണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നമ്മളോട് കരുണയണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നമ്മളോട് കരുണയണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മെശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. ദുഷ്ട സ്വർഗത്തിലെ പോൽ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ അതിന്മോട്ടൊന്നിനെ രക്ഷിക്കണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹായും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ന്യാസമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷ കൊള്ളണമേ. ആമേൻ. ദൈവം തമ്പുരാന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിയന്യ തിരുമേനി, വന്യ വൈദിക സഹോദരങ്ങളെ, സുവിശേഷ സംഘം പ്രവർത്തകരെ, ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരെ, സ്നേഹമുള്ള ദൈവജനം ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അതിഭീകരമായി കൊറോണ താണ്ഡവമാടുന്ന ഒരു കാലഘട്ടത്തിൽ ഭയമന്യേ ജീവിപ്പാൻ തക്കോണം ദൈവം തമ്പുരാൻ തരുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തോത്രം. ദൈവകരങ്ങൾ സുരക്ഷിതരാണെന്നുള്ള ബോധം നമ്മെ ഏറെ ബലപ്പെടുത്തുന്നു. സർക്കാരും സംഘടനകളും ഒക്കെ ഭയമൻ വേണ്ട, ജാഗ്രത വേണം എന്ന് പഠിപ്പിക്കുന്നു. ഞാനൊന്നുകൂടെ അത് എൻ്റെ വിചിന്തനത്തിൽ ഓർക്കുന്നു. കൊറോണയെക്കുറിച്ച് ജാഗ്രത വേണം, ദൈവത്തെ ഭയം വേണം. ഇത് രണ്ടും ഇന്ന് സമൂഹത്തിൽ ഏറെ നഷ്ടപ്പെട്ടിരിക്കുന്നു. രോഗത്തോടുള്ള സമീപനം വളരെ വികലമായിക്കൊണ്ടേയിരിക്കുന്നു. നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ, ജാഗ്രതയോടെ അതിനെ കാണുവാനുള്ള താല്പര്യം മനുഷ്യരിൽ കുറയുന്നു. അതിനപ്പുറം ദൈവഭയം വളരെ ഇല്ലാതെയാകുന്നു. സമസ്ത ലോകത്തെയും പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രത്യാശ വയ്ക്കുവാനും ദൈവത്തെ ഭയപ്പെട്ട് അധികാരികളിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു അനുഗ്രഹ ജീവിതത്തിനായിട്ട് ഒരുക്കപ്പെടുവാനും നമുക്ക് കഴിയണം. കൊറോണയുടെ ആരംഭം മുതൽ ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജീവമന്ന പ്രോഗ്രാം നിറപടിയായിട്ട് നിർവഹിക്കുവാൻ തക്കോണം ദൈവം തരുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓരോ ആഴ്ചയും വിവിധങ്ങളായ ചിന്താധാരകൾ ഉൾപ്പെടുത്തി വൈദികരിലൂടെ ലഭിക്കുന്ന പ്രബോധനങ്ങൾ കാലഘട്ടത്തിനനുസൃതമായി ജീവിപ്പാൻ വളരെ പ്രചോദനം നൽകുന്നു എന്നുള്ളത് സംശയമന്യേ ഒരു കാര്യമാണ്.
അത് അനുഗ്രഹീതമായി നടക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ കൃപ ചെയ്യുന്നതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ജീവവന പ്രോഗ്രാം തുടർന്നും അനുഗ്രഹപ്രദമായി നടക്കുവാൻ തക്കവണ്ണം എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. സ്വദേശത്തും വിദേശത്തുമായി അനേകായിരങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. 6000-7000 പേര് ഇതിൻ്റെ വ്യൂവേഴ്സായിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം ജനിപ്പിക്കുന്നു എന്നതിലുപരി ദൈവവചനം കേൾക്കുവാനുള്ള ദൈവമക്കളുടെ താല്പര്യത്തെ പ്രത്യേകമായിട്ട് ശ്ലാഘിക്കുകയും ചെയ്യുന്നു. കോവിഡ്-19 ഭീഷണിയിൽ നടുങ്ങി ഞരങ്ങി ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്രമീകൃതമായ ജീവിതത്തിൽ ഭയമന്യേ യഥേഷ്ടം നടക്കുന്നവരുമൊക്കെയുണ്ട്. എങ്കിൽ പോലും പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കുന്ന സമയം വളരെ ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളത് സമൂഹത്തെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു ദിവസം നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ സമയം ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുന്ന സമയം 24 മണിക്കൂറിൽ എത്ര സമയം ഉണ്ട് എന്നുള്ളത് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. പലർക്കും ജോലി തിരക്കുകൾ കാരണം ഉപജീവനത്തിനു വേണ്ടിയുള്ള അധ്വാനത്തിൻ്റെ കണക്ക് പറഞ്ഞ്, ജീവിതത്തെ നിലനിർത്തുവാനുള്ള അധ്വാനത്തിൻ്റെ കണക്ക് പറഞ്ഞ് പലപ്പോഴും ചുരുക്കിക്കളയുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കുന്ന സമയം വചനം പറയുന്നത് നമുക്കേറെ ആധാരകമായി തീരും. തമ്പുരാനെ പ്രതി ചെലവഴിക്കുന്ന ഒരു നിമിഷം ഏറെ ലാഭകരമായി തരുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. ഒരു കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിൽപ്പാൻ തക്കൊണ്ട് നമുക്ക് കഴിയണം. ഉന്നമേ ദൈവത്തിൻ്റെ നീതിയും രാജ്യവും അന്വേഷിപ്പീൻ, അതോടുകൂടി സർവ്വകൃപകളും ലഭിക്കും എന്ന് ദൈവം അതിന് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ ഷെഡ്യൂൾ മനസ്സിലാക്കിയാൽ വളരെ തിരക്കേറിയ ഒരു ജീവിതഘട്ടമാണ്. കൊറോണയുടെ കാലഘട്ടം കുറച്ച് വേറിട്ട സമയമാണെങ്കിൽ അത് ദൈവവചനത്തെ കൂടുതൽ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനുള്ള വേറിട്ട സമയമായിട്ട് നമ്മൾ കാണുകയും ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നേരം ചിലവഴിക്കുകയും ചെയ്യാൻ കഴിയണം. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു മനുഷ്യൻ, ഒരു നിമിഷം പോലും പാഴാക്കുവാനില്ലാതിരുന്ന മനുഷ്യൻ, ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദ് 25-ാം സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. 1-ാം വാക്യം പറയുന്നു, യഹോവേ ഞാൻ നിങ്കിലേക്ക് മനസ്സ് ഉയർത്തുന്നു എന്ന് തുടങ്ങി. അതിൻ്റെ 5-ാം വാക്യത്തിൽ അവസാനമായിട്ട് പറയുന്നു, ദിവസം മുഴുവൻ ഞാൻ നിങ്കിൽ പ്രത്യാശ വയ്ക്കുന്നു. ഇസ്രായേലിൻ്റെ അധിപതിയായിരുന്നവന് ദിവസങ്ങൾ മുഴുവനും വേറിട്ട ദൈവസന്നിധിയിൽ ജാഗരിക്കുവാൻ കഴിയുമെങ്കിൽ നമ്മളും അതുപോലെ ദൈവകൃപയ്ക്കായി നമ്മുടെ വ്യക്തിപരമായ കാര്യത്തില്ല, സമൂഹത്തിൻ്റെയും സമസ്ത ലോകത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ജാഗരിക്കുവാനും വചനം ധ്യാനിക്കുവാനും വേറിട്ട നിമിഷങ്ങളായിട്ട് കണ്ടെത്തണം. അതിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ കണ്ണെപ്പോഴും യഹോവയെങ്കിലാകുന്നു, അവനെൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ഈ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, ഈ മാരകമായ രോഗത്തെ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ വാക്സിനോ മരുന്നുകളോ വൈദഗ്ധ്യം നിറഞ്ഞ ചികിത്സാ രീതികളൊക്കെ അപ്പുറം ദൈവത്തിൻ്റെ കരുണ കൊണ്ടല്ലാതെ ലോകത്തിൻ്റെ അധിപതിയായി ദൈവം ഉണരാതെ ഉയരാതെ മാറ്റപ്പെടത്തില്ല എന്നുള്ളൊരു പ്രവാചക സത്യമാണ്. അതുകൊണ്ട് കൂടുതൽ സമയം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും തക്കവണ്ണം കഴിയണം. അടുത്ത ഒരാഴ്ചക്കാലത്തെ വേറിട്ട സമയങ്ങളിൽ പഠിക്കുവാനും ധ്യാനിക്കുവാനുമായി 25-ാം സങ്കീർത്തനം ഉപകരിക്കണമെന്ന് കേൾവിക്കാരോട് ഞാൻ പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. അഭിമന്യ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമനസിൻ്റെ അനുഗ്രഹാശിസിലോടുകൂടി ആരംഭിച്ച ഈ പരിപാടി ജീവമന്ന വളരെ അനുഗ്രഹപ്രദമായി നടക്കുന്നു എന്നതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നതോടൊപ്പം അഭിമന്യ തിരുമനസിനോട് താല്പര്യം നിലനിർത്തി വളരെ ഭക്തിയാദരപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസനത്തിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന ഭദ്രാസന സെക്രട്ടറി മാത്യു എബ്രഹാം കാരക്കലച്ചൻ ഈ കാര്യത്തിന് എല്ലാവിധമായ ഒത്താശയും നേതൃത്വം നൽകുന്നു. ബഹുമാന
ബഹുമാനപ്പെട്ട അച്ഛനെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവവചനം ധ്യാനിപ്പാനും പകർന്നു തരുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നത് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ പേരിശ്ശേരി സെൻറ് മേരീസ് വലിയ പള്ളിയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട PK കോശിയച്ഛന. അച്ഛൻ മനഃശാസ്ത്രത്തിലും കൗൺസിലിങ്ങിലൊക്കെ വളരെയധികം വൈദഗ്ധ്യം പ്രാപിച്ചിട്ടുള്ള, ലേഖന പരമ്പരകൾ തന്നെ എഴുതിയിട്ടുള്ള, പുസ്തകം രചിച്ചിട്ടുള്ള ഒരു വന്യ വൈദികനാണ്. അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് അച്ഛനെക്കുറിച്ച് എൻ്റെ മനസ്സിലെപ്പോഴും വളരെ ആദരവ് തോന്നുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. എന്നേക്കാൾ പ്രായത്തിൽ എളുപ്പമാണെങ്കിലും പല കാര്യങ്ങൾ ഞാൻ നോക്കിക്കാണുകയും പകർത്തുകയും ചെയ്യുന്നൊരു വന്യ വൈദികനാണ്. സമയക്രമീകരണങ്ങളുള്ള നിഷ്ഠ, വ്യക്തി ജീവിതത്തിലെ ശാന്തത, ഏറെ നിഷ്ഠയോടുള്ള ആരാധനാ ക്രമീകരണങ്ങൾ എന്ന് തുടങ്ങി ദൈവകൃപയുടെ പാരമ്യം ഉൾക്കൊള്ളുന്ന ഒരു വന്യവൈദികൻ ഇന്ന് അല്പസമയം നമുക്ക് ശുശ്രൂഷയ്ക്കായി ലഭിച്ചത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വളരെ ആദരപൂർവ്വം ബഹുമാനപ്പെട്ട PK കോശിയച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾക്ക് ഇന്ന് നേതൃത്വം നൽകുന്നത് ഭദ്രാസന പ്രാർത്ഥന യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അഡ്വക്കേറ്റ് KG ജോസഫ് സാറാണ്. ജോസഫ് സാറ് വളരെയധികം താല്പര്യമൊക്കെ നിൽക്കുന്നു. വക്കീലായിട്ടൊക്കെ പ്രവർത്തിച്ചു. അഡ്വക്കേറ്റ് വളരെ പ്രാഗൽഭ്യത്തോടെ ശുശ്രൂഷകൾ നടപടിയായി രജിസ്ട്രായിട്ടൊക്കെ ശുശ്രൂഷിച്ച ഒരാളാണ്. ഇപ്പോൾ മുഴുവൻ സമയം ദൈവ പഠനത്തിനും പകർന്നു കൊടുക്കുവാനും പ്രബോധനത്തിനുമായിട്ടൊക്കെ വേർതിരിച്ചിരിക്കുന്നു. സാറിനെ പ്രത്യേകമായിട്ട് വളരെ താല്പര്യപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഓൺലൈൻ ധ്യാന ശുശ്രൂഷ ഭംഗിയായി നിർവഹിപ്പാൻ തക്കവണ്ണം ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിബി ജോർജ് സാറ്, അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ബിൻസി റെജി, മറ്റ് ആധ്യാത്മിക സംഘടനകളുടെ പ്രധാന പ്രവർത്തകർ എല്ലാവരെയും വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ ഞാൻ നോക്കിക്കാണുന്നത് അതിവിദൂരതയിൽ കടലുകൾക്കപ്പുറമായ രാജ്യങ്ങളിൽ ഒക്കെ കഴിയുന്ന നമ്മുടെ ദൈവജനം തിരക്കിട്ട ജീവിതത്തിലും നൊമ്പരങ്ങളുടെ നടുവിലും റെനി തോമസ് അച്ഛനെയും പ്രിയ മനുവിനെയും ബിബിനെയും കൂടെയുള്ള എല്ലാ സഹോദരങ്ങളെയും വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവകൃപയിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സമസ്തരെയും ദൈവം തമ്പുരാൻ കൃപയാൽ പരിപോഷിപ്പിക്കട്ടെ, ദൈവാത്മാവിൽ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. മണിക്കൂറുണ്ട്, 45 മിനിറ്റോ.
വിശ്വാസത്തിൽ നിലനിൽക്കുന്നോർക്കെല്ലാം എതിർപ്പുകൾ അനവധിയുണ്ട്. വിശ്വാസത്തിൽ വളരുന്നോർക്കെല്ലാം ശോധനകൾ അനവധിയുണ്ട്. വിശ്വാസത്തിൽ നിലനിൽക്കുന്നോർക്കെല്ലാം എതിർപ്പുകൾ അനവധിയുണ്ട്. വിശ്വാസത്തിൽ വളരുന്നോർക്കെല്ലാം ശോധനകൾ അനവധിയുണ്ട്. പോരാടിടാം നല്ല സാക്ഷികളാൽ വിശ്വാസമാം നല്ല പരിചയത്തി. പോരാടിടാം നല്ല സാക്ഷികളാൽ വിശ്വാസമാം നല്ല പരിചയത്തി. എതിർപ്പുകൾ വന്നാലും ശോധനകൾ വന്നാലും പിന്മാറിടാതെ നാം പൊരുതി നിൽക്കാം. എതിർപ്പുകൾ വന്നാലും ശോധനകൾ വന്നാലും പിന്മാറിടാതെ നാം പൊരുതി നിൽക്കാം. വിശ്വാസത്താൽ സ്ഥിരതരായോടിയ വിശ്വാസവീരന്മാരും വിശ്വാസത്താൽ വാഗ്ദത്തം നേടിയ മാതാപിതാക്കന്മാരും മാതൃകയായി തന്ന പാതകൾ ഗമിച്ചിടാൻ നല്ല പൊരുതിയിടണം. മാതൃകയായി തന്ന പാതകൾ ഗമിച്ചിടാൻ നല്ല പൊരുതിയിടണം. പോരാടിടാം നല്ല സാക്ഷികളാൽ വിശ്വാസമാം നല്ല പരിചയത്തി. പോരാടിടാം നല്ല സാക്ഷികളാൽ വിശ്വാസമാം നല്ല പരിചയത്തി. എതിർപ്പുകൾ വന്നാലും ശോധനകൾ വന്നാലും പിന്മാറിടാതെ നാം പൊരുതി നിൽക്കാം. എതിർപ്പുകൾ വന്നാലും ശോധനകൾ വന്നാലും പിന്മാറിടാതെ നിൽക്കാം. വിശ്വാസത്തിൽ നിലനിൽക്കുന്നോർക്കെല്ലാം എതിർപ്പുകൾ അനവധിയുണ്ട്. വിശ്വാസത്തിൽ വളരുന്നോർക്കെല്ലാം ശോധനകൾ അനവധിയുണ്ട്. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട തോമസ് കൊക്കാപ്പറമ്പിലച്ചൻ, പ്രാർത്ഥനയോഗത്തിൻ്റെ ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജി ഫിലിപ്പ് അവറുകൾ, ദൂരെയും ചാരയുമായി സുവിശേഷ സംഘത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ പ്രബോധനം ശ്രദ്ധിക്കുന്ന വാത്സല്യമുള്ള ദൈവജനമേ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വലിയ ഈ കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്ന ഭവനങ്ങൾ ഇടങ്ങളിലിരുന്നു കൊണ്ട് ദൈവവചനം ശ്രവിപ്പാൻ തക്കവണ്ണം ഈ വിധ പ്രവർത്തനങ്ങൾ ചെങ്ങന്നൂർ മെത്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ നിർവഹിക്കപ്പെടുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക്, അതിൻ്റെ പ്രവർത്തകർക്ക്, ഇത് ക്രമീകരിക്കുന്ന ഏവർക്കും എല്ലാവിധമായ ഭാവുകങ്ങളും നേരുകയും ചെയ്യും. ഭാരതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായി ഭരണം നിർവഹിച്ച അക്ബർ ചക്രവർത്തി ഒരിക്കൽ തൻ്റെ ഭൃത്യനായിരുന്ന ബീർബലിനോട് പറയുകയുണ്ടായി, ഒരു വാചകം ചുമലിൽ എഴുതണം, പക്ഷെ അതിനൊരു നിബന്ധനയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു. അദ്ദേഹം ആവശ്യപ്പെട്ടത് സന്തോഷമുള്ളപ്പോൾ നോക്കിയാൽ ദുഃഖവും, ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷവും നൽകുന്നതായിരിക്കണം ആ വചനമെന്ന്. സന്തോഷമുള്ളപ്പോൾ നോക്കിയാൽ ദുഃഖവും, ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷവും നൽകുന്നതായിരിക്കണം വാചകം.
ബീർബല് വളരെ സന്തോഷത്തോടെ ആഗ്രഹത്തോടെ അത് എഴുതി. ഈ സമയവും കടന്നു പോകും എന്ന വാചകം, ഈ സമയവും കടന്നു പോകും. ഈ വാചകം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സന്തോഷമുള്ളപ്പോൾ ഈ വാചകത്തെ നോക്കിയാൽ ദുഃഖമുണ്ടാകും, ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷമുണ്ടാകും. അക്ബറിന് വളരെയധികം സന്തോഷം ഈ വാചകത്തിൽ തോന്നി, ബീർബലിനെ അഭിനന്ദിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനിത് ഓർമ്മിപ്പിച്ചത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ ഈ സന്ദർഭത്തിൽ ദൈവത്തെ നോക്കി സന്തോഷം അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം കൃപ നൽകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കും. 5-ാം അധ്യായം മുഴുവനായി വായിച്ചെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ സമയത്തിൻ്റെ ലഭ്യത കുറവായതിനാൽ നാം ഇപ്പോഴത് വായിക്കാതെ പിന്നീട് അത് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കും. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ ഏലിശായുടെ വീട്ടുവാതിൽക്കൽ വന്ന് നിന്നു. ഏലിശ ആളയച്ചു, ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കും. അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. അപ്പോൾ നയമാൻ ഏറ്റവും ക്രൂദ്ധിച്ച് പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി, ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ദമ്മേശേക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി. നയമാൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതായ 2-3 ചിന്തകൾ മാത്രം ഈ സന്ദർഭത്തിൽ നമുക്ക് ഒന്നു ചേർന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കും. വിശദമായിട്ട് ഈ അധ്യായം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ ഗഹനമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. നയമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇമ്പം എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ വടക്കുഭാഗത്ത് ആണ് അരാം. അരാമ്യർ ഇസ്രായേലിനെ പല പ്രാവശ്യം ആക്രമിക്കുന്നുണ്ട്. ബെൻഹദദായിരുന്നു അരാമിൻ്റെ രാജാവ്. നയമാന് ആ രാജധാനിയിലെ സേനാധിപതിയായിരുന്നു. നയമാൻ്റെ യുദ്ധ സാമർഥ്യവും ഭരണ നൈപുണ്യവും മൂലം രാജാവ് മഹാനും മാന്യനുമായി നയമാനെ ഗണിക്കുകയാണ്. മഹാനും മാന്യനുമായി നയമാൻ ഗണിക്കപ്പെട്ടു. എന്നാൽ മഹാനും മാന്യനുമായ നയമാന് ഒരു പോരായ്മ ഉണ്ടായിരുന്നു, അവന് കുഷ്ഠരോഗിയായിരുന്നു എന്നുള്ളത്. പലപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, മഹാന്മാരും മാന്യന്മാരുമായിട്ട് ഗണിക്കപ്പെടുന്ന പലരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ പോരായ്മകളും കാണുമെന്നുള്ളത് ഇത് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നയമാൻ പരാക്രമശാലിയായിരുന്നു. പരാക്രമശാലിയായ സേനാധിപതിയായിരുന്ന നയമാന് കുഷ്ഠരോഗം പിടിപെട്ടു എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ്. കുഷ്ഠരോഗത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് പഴയ നിയമം നാം പഠിക്കുമ്പോഴും പുതിയ നിയമം പഠിക്കുമ്പോഴും, പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 13-14 അധ്യായങ്ങളെ, സംഖ്യാപുസ്തകം, പുതിയ നിയമത്തിൽ സുവിശേഷ ഭാഗങ്ങളിലൊക്കെ കുഷ്ഠരോഗത്തിൻ്റെ തീവ്രതയെക്കുറിച്ചും കുഷ്ഠരോഗി അനുഭവിക്കുന്ന നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെ ഓർമ്മിപ്പിക്കുന്നു. പരാക്രമശാലിയായ സേനാധിപതിയായ നയമാന് മഹാനും മാന്യനുമായിരുന്നുവെങ്കിലും അവൻ്റെ ജീവിതത്തിൽ നേരിട്ട ഈ പ്രയാസത്തിൽ, പ്രതിസന്ധിയിൽ അതിജീവിപ്പാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ സാധിക്കാത്ത ഒരു സന്ദർഭത്തിലാണ് ഏലിശായുടെ അടുത്തേക്ക് അവൻ വരുവാനായിട്ട് ഇടയാകും. സ്വർണത്തിന് സുഗന്ധമില്ല എന്ന് പറയും.
ചന്ദനത്തിന് സുഗന്ധവാഹിയായ പുഷ്പമില്ല എന്നും പറയാറുണ്ട്. കരിമ്പിന് മധുരമുള്ളതായ കായില്ല എന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ ഇത് ഇല്ല എങ്കിലും അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയുന്നതാണ്. എന്ന് പറഞ്ഞതുപോലെ നയമാന് കുഷ്ഠം അവൻ്റെ ജീവിതത്തിൽ ഒരു പോരായ്മയായിട്ട് നിലനിന്നു എങ്കിലും അവന് സൈന്യത്തിൻ്റെ അധിപനായിട്ട് വളരെയധികം ശ്രേഷ്ഠതയോടെ പ്രവർത്തിച്ച് യുദ്ധമേഖലയിൽ ശ്രദ്ധേയമായ വിജയം നേടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ നയമാന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് സൗഖ്യദാനത്തിന് അവന് തടസ്സമായി നിന്ന 3 സവിശേഷതകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാനായിട്ട്. സൗഖ്യദാനത്തിന് നയമാൻ നേരിട്ടതായ ചില തടസ്സങ്ങൾ, ചില പ്രശ്നങ്ങൾ. ഒന്നാമതായിട്ട് താഴ്മരഹിതനായിരുന്നു നയമാൻ എന്ന് കാണുവാൻ കഴിയും. താഴ്മരഹിതനായിരുന്നു. അവൻ്റെ ജീവിതത്തിലെ താഴ്മയും വിനയവും വളരെയധികം കുറവായിരുന്നു. അത് അവൻ്റെ സൗഖ്യത്തിന് തടസ്സമായിട്ട്, പ്രത്യേകിച്ച് സേനാധിപതി എന്ന് പറയുമ്പോൾ അവൻ്റെ സ്ഥാനത്തിനനുസൃതമായ ഒരു അഹങ്കാരം അവനിൽ ഒരു പക്ഷേ ഉണ്ടാകും. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുസരിച്ച് അവൻ മഹാനും മാന്യനുമായിരുന്നതുകൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കിയാലും നമ്മുടെ സഭയിൽ നോക്കിയാലും ഏത് മേഖലയിൽ നോക്കിയാലും മഹാനും മാന്യന്മാരുമായ അനേകരെ നമുക്ക് ദർശിക്കാം. പക്ഷേ അവരുടെ ജീവിതത്തിൽ താഴ്മയുടെ വിനയത്തിൻ്റെ അനുഭവം വളരെ കുറഞ്ഞു വരുന്നതായിട്ട് ദർശിക്കുവാനായിട്ട് കഴിയുന്നു. ഇവന് തടസ്സമായ താഴ്മ നാം കാണുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീന്. സൗമ്യതയും താഴ്മയും ഇത് പരാജയമല്ല. സൗമ്യത, താഴ്മ എന്ന് പറയുന്നു. വിനയം ആവശ്യമാണ് മനുഷ്യ ജീവിതത്തിൽ. ഏതൊരു മേഖലയിൽ നാം ശ്രദ്ധിച്ചാലും ഇന്ന് വിനയമില്ലായ്മയുടെ അനുഭവം അധികമായിട്ട് കാണുവാനായിട്ട് കഴിയും. യേശു തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. നയമാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേൽ ഒരു പ്രവാചകനുണ്ടെന്ന് അവൻ അറിയും. എന്നാൽ നയമാൻ രഥത്തോടും കുതിരയോടും കൂടെ ഏലിശായുടെ വീട്ടുവാതിൽക്കൽ വന്നു നിന്നു. ഏലിശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക എന്ന് പറഞ്ഞപ്പോൾ അവനെ ക്രൂദ്ധിച്ച് പുറപ്പെട്ട് പുറത്തു വന്ന് അവന് മടങ്ങിപ്പോകുന്നതായിട്ട് കാണും. പ്രവാചകൻ പറഞ്ഞത് കേൾക്കുവാൻ തയ്യാറാകാത്ത, വിനയമില്ലാത്ത, താഴ്മയില്ലാത്ത ഒരു നയമാനെയാണ് അവിടെ കാണുന്നത്. ഞാനെന്ന ഭാവത്തിൻ്റെ താന്തോന്നിത്തരത്തിൻ്റെതായ അവസ്ഥ എല്ലാ മനുഷ്യരിലും ഇന്ന് സഹജമാണ്. എന്നാൽ സൗഖ്യം ആവശ്യമാണെങ്കിൽ, പോരായ്മകൾ നീക്കപ്പെടണമെങ്കിൽ, ബലഹീനതകൾ പരിഹരിക്കപ്പെടണമെങ്കിൽ താഴ്മ, വിനയം അത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം കൊറോണ എന്ന വൈറസിനെ ഭയന്ന് ദൈവത്തെ പേടിയില്ലാത്ത അനുഭവത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ എത്രമാത്രം നിഗളത്തിൻ്റെ പാരമ്യതയിലെത്തിയ മനുഷ്യ സമൂഹം, ലോക സമൂഹം ഇന്ന് ഭയന്നു വിറച്ച് അവനവൻ്റെ വാസസ്ഥാനങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ടതായ അവസ്ഥ വന്നിരിക്കുമ്പോൾ മനുഷ്യൻ്റെ ഗർവത്തിൻ്റെ, താന്തോന്നിത്തരത്തിൻ്റെ അനുഭവം എത്രമാത്രം കുറയ്ക്കേണ്ടതായിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കും. നാമും നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഈ അവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥമായ താഴ്മയും വിനയവും നാം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും
അപരിമിതനായ ദൈവത്തെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന പരിമിതനായ മനുഷ്യന് താഴ്മ ആവശ്യമാണ് എന്ന ബോധമില്ലാതെ താഴ്മ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലൂടെ ലോക സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. താഴ്മ എന്ന വാക്കിന് ഹ്യൂമൂസ് എന്ന ലാറ്റിൻ പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ വളക്കൂറുള്ള നിലമെന്ന. വളക്കൂറുള്ള നിലം, ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള നിലം. വളക്കൂറുള്ള നിലത്തിൽ ഇന്ന് ഭൂമിയുടെ അല്ലെങ്കിൽ മണ്ണിൻ്റെ വളക്കൂറുകൾ, അതിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അമിതമായ രാസപ്രയോഗങ്ങളുടെ നിമിത്തമായിട്ട് ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ താഴ്മയെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വളക്കൂറുള്ള നിലം എന്നുള്ളത്. വിത്തിട്ടാൽ നല്ല ഫലം കിട്ടണം. കർത്താവായ യേശുക്രിസ്തു ഉപമ പഠിപ്പിക്കുന്നുണ്ടല്ലോ, വിതക്കാരൻ്റെ ഉപമ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം നാം പഠിക്കുമ്പോൾ വിതക്കാരൻ്റെ ഉപമയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിതക്കാരൻ വിത്ത് വിതയ്ക്കുവാൻ പോയപ്പോൾ പല സ്ഥലങ്ങളിൽ വിത്ത് വീണു. പക്ഷേ എല്ലാ വിത്തുകളും മുളയ്ക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും 4 സ്ഥലത്ത് വീണ വിത്തും മുളയ്ക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ സ്ഥലത്ത്, അല്ലെ ഒരുക്കപ്പെട്ട സ്ഥലത്ത് വീണ വിത്ത് മാത്രമേ അത് ഫലഭൂയിഷ്ഠമുള്ളതായിട്ട് കാണുന്നുള്ളൂ. ഫലം നല്ല രീതിയിൽ പുറപ്പെടുവിച്ചതായിട്ട് അവിടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് വളക്കൂറുള്ള മണ്ണിൽ വിത്ത് വിതച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ശരിയായിട്ടുള്ള ഫലം പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് പ്രാധാന്യമുള്ള പലതിനെയും അവഗണിച്ചുകൊണ്ട് അപ്രധാനമായ പലതിൻ്റെയും പിന്നാലെ പോകുന്ന ലോക സമൂഹത്തിൽ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മീഖാ പ്രവാചകൻ, മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രവാചക ശബ്ദമാണിത്. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. യഹോവയാൻ ദൈവം നല്ലതിനെ മനുഷ്യന് കാണിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അതിനെ അപഗ്രഥിക്കുമ്പോൾ അനേക നല്ല കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അവനവൻ്റെ വാസസ്ഥാനങ്ങളിൽ അവനവനായിരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് അധിക സമയം വചനം വായിപ്പാനും പ്രാർത്ഥിപ്പാനും ധ്യാനിപ്പാനും പൊതു ആരാധനയിൽ സംബന്ധിക്കുന്നതിനേക്കാൾ അധികമായിട്ട് സമയം ലഭിക്കുന്ന ഒരു സന്ദർഭമാണ്. അവിടെ വചനത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്, നല്ലതെന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കും. ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണമെങ്കിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഇതാണ് യഹോവ നമ്മോട് ചോദിക്കുന്നത്. ദൈവത്തിന് പ്രതിപകരമായിട്ട് മറ്റൊന്നും വേണ്ട. നമ്മെ ദൈവം ഈ ഭൂമിയിൽ ആക്കിയിരിക്കുമ്പോൾ ദൈവത്തിന് പ്രത്യുപകാരമായിട്ട് നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് താഴ്മയുള്ളവനായിരിക്കുക, വിനയമുള്ളവനായിരിക്കുക എന്നുള്ളത്. ദൈവം നമ്മെ ഉയർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് വിജയം അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കുന്നു. താഴ്മയുണ്ടെങ്കിൽ മാത്രമേ ദൈവകൃപ അനുഭവിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. പരിശുദ്ധനായ പത്രോസ്ലീഹായും 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളു. കീഴടങ്ങുന്നതായ അനുഭവം. ഇന്ന് ലോകം കൊറോണയുടെ പിടിയിൽ കീഴടങ്ങിയിരിക്കും. ദൈവത്തിന് കീഴടങ്ങേണ്ടതായ മനുഷ്യൻ, ദൈവത്തിന് കീഴ്പ്പെടേണ്ടതായ മനുഷ്യൻ ഒരു ചെറിയ വൈറസിൻ്റെ പിന്നിൽ കീഴടങ്ങിയിരിക്കുന്നതായ അനുഭവം. ഇതാരംഭിച്ചിട്ട് ഇതുവരെയും അതിനുള്ളതായ പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത മനുഷ്യൻ ബുദ്ധിയുടെ കൂർമ്മതയിൽ, യുക്തിയുടെ കൂർമ്മതയിൽ മുൻപോട്ട് പോകുന്നുവെങ്കിലും
ദൈവത്തിൻ്റെ മുൻപിൽ അവൻ കീഴടങ്ങിയിരുന്നെങ്കിൽ മാത്രമേ അതിന് ഫലം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരു പൗരസ്ത്യ വേദശാസ്ത്രജ്ഞൻ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയുണ്ടായി: നിങ്ങൾ കൂട്ടത്തിൽ വരുമ്പോൾ നിങ്ങളുടെ നാവിനെയും ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെയും സൂക്ഷിക്കുക. കൂട്ടത്തിൽ വരുമ്പോൾ നിങ്ങളുടെ നാവിനെയും ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സിനെയും സൂക്ഷിക്കുക. പലപ്പോഴും നാവും മനസ്സും വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവയവങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ യാക്കോബുകളെക്കുറിച്ച് നാവുകൊണ്ട് ഉണ്ടാകാമാവുന്ന പരാജയങ്ങളെക്കുറിച്ച്, നാവ് മൂലം ഉണ്ടാകാവുന്നതായ നല്ല അനുഭവങ്ങളെക്കുറിച്ചൊക്കെ വിശുദ്ധനായ യാക്കോബ് ശ്ലീഹാ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാവ് അതിനെ കീഴ്പ്പെടുത്തണം. കൂട്ടത്തിൽ വരുമ്പോൾ നാവ് കൊണ്ട് എന്തെല്ലാമാണ് നാം ചെയ്തു കൂട്ടുന്നത്? നാം മനസ്സിനെ സൂക്ഷിക്കണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സിനെയും നാവിനെയും നിയന്ത്രിക്കുന്നെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നന്മയുടെ അനുഭവം പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാവിൻ്റെ ശുദ്ധിയും മനസ്സിൻ്റെ ശുദ്ധിയും അധികം ആവശ്യമാണെന്ന് ലോകം, രാഷ്ട്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിയമങ്ങളും നിയമസംഹിതകളും ഒക്കെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിയമപാലകര്, ആരോഗ്യ പരിപാലകര് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ നാവിനെയും നമ്മുടെ മനസ്സിനെയും നിയന്ത്രിച്ചു കൊണ്ടുപോകണമെന്നാണ്. ഇത് പൗരസ്ത്യ വേദശാസ്ത്രജ്ഞന്മാർ മുന്നമേ തന്നെ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. നാം പലപ്പോഴും നമ്മുടെ നാവിനെയും നമ്മുടെ മനസ്സിനെയും കടിഞ്ഞാണിടാത്തതായ അനുഭവത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് താഴ്മയുടെ അനുഭവം, വിനയത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കുഞ്ഞുണ്ണി മാഷ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, മക്കൾ ചൊവ്വാകണമെങ്കിൽ അപ്പൻ ഞായറാകണം, അമ്മ തിങ്കളാകണം. ഇന്ന് ചൊവ്വിൻ്റെതായ അനുഭവം, ചൊവ്വായുടെ അനുഭവമുണ്ട്, ചൊവ്വായുടെ ഗ്രഹമുണ്ട്, ചൊവ്വായുടെ ദോഷമുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും. പക്ഷേ മക്കൾ ചൊവ്വാകണമെങ്കിൽ അപ്പൻ ഞായറാകണം, ഞായർ പോലെ ആകണം. ഇന്നത്തെ ഞായർ എന്ന് പറഞ്ഞാൽ ഇന്ന് പള്ളി ആരാധനയിൽ വരണ്ട, വീട്ടിലിരിക്കുമ്പോൾ ഇന്ന് സഭാമക്കൾക്ക്, ദൈവജനത്തിന് അല്ല, മതഭക്തന്മാരായിരിക്കുന്ന എല്ലാവരും ഇന്ന് ആരാധനാലയങ്ങളിലുള്ള ആരാധനയുള്ള സംബന്ധം കുറഞ്ഞു പോയിരിക്കുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞായറാകാൻ പ്രയാസമായിരിക്കുന്ന അനുഭവം. അമ്മമാര് തിങ്കളാകണം, എങ്കിൽ മാത്രമേ സമൂഹം, കുടുംബം നന്നാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെത്താനെ ശുദ്ധീകരിക്കുന്നതായ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ, ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട അനുഭവത്തിലൂടെയാണ് പരിശുദ്ധ സഭ കടന്നുപോയിട്ടുള്ളത്. പരിശുദ്ധ പിതാക്കന്മാർ, നമ്മുടെ പിതാക്കന്മാർ ഇപ്രകാരം ശുദ്ധീകൃതമായ അനുഭവത്തിലൂടെ നമ്മെ നയിച്ചിട്ടുള്ള പിതാക്കന്മാരാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് നാം താഴ്മയുള്ളവരായി, വിനയമുള്ളവരായിരിക്കുന്നുവെങ്കിൽ മാത്രമേ സൗഖ്യദാനം അനുഭവിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് സൗഖ്യത്തിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സൗഖ്യം നമുക്ക് ലഭിക്കാതെ വരുന്നത് നമ്മുടെ വിനയരാഹിത്യം അല്ലെങ്കിൽ താഴ്മരഹിതരായിരിക്കുന്നത് കൊണ്ട് സൗഖ്യം പ്രാപിപ്പാനായിട്ട് കഴിയുന്നില്ല. നിഗളത്തിൻ്റെതായ അനുഭവത്തിൽ, ഗർവത്തിൻ്റെതായ അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ യഥാർത്ഥ കൃപ അനുഭവിപ്പാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വിശുദ്ധ മോർ അപ്രേമിൻ്റെ ബോസായിലെ മെമ്രോയിലെ നാം പാടുന്നുണ്ടല്ലോ, കർത്താവേ ഉന്നതഭാവം തന്നെത്താനെ നടിക്കാത്ത നിഗളമശേഷം അകറ്റുന്ന നിർമ്മല ചിത്തം നൽകണം. കർത്താവേ ഉന്നതഭാവം തന്നെത്താനെ നടിക്കാത്ത, ഉന്നതഭാവം ഗർഭം തന്നെത്താനെ നടിക്കാത്ത നിഗളമശേഷം അകറ്റുന്ന നിർമ്മലമായ ചിത്തം നൽകണം. ഇതാണ് പൗരസ്ത്യ ആരാധനയിൽ, പൗരസ്ത്യ ആധ്യാത്മികതയുടെ അന്തസത്ത എന്ന് പറയുന്നത്. ഉന്നതഭാവം തന്നെത്താനെ നടിക്കാത്ത നിർമ്മല ചിത്തം നൽകണം. നിർമ്മല ചിത്തമാവേണ്ടത്. അതുകൊണ്ട് മനസ്സും ശരീരവും നിർമ്മലമാകണം, വായും മനസ്സും നിർമ്മലമാകണം. തന്നെത്താനെ ഇരിക്കുമ്പോഴായാലും ഒന്നിച്ചു കൂടുന്ന സന്ദർഭത്തിലായാലും
ശരീരവും മനസ്സും നിർമ്മലമായി എങ്കിൽ മാത്രമേ താഴ്മയുടേതായ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് കഴിയൂ. നയമാനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നയമാൻ്റെ ജീവിതത്തിൽ അവൻ താഴ്മരഹിതനായിരുന്നത് കൊണ്ട് സൗഖ്യം അനുഭവിപ്പാനായിട്ട് അവന് തടസ്സമുണ്ടായി എന്നുള്ളതാണ് ഒന്നാമത് നാം കാണുന്നത്. പ്രവാചകൻ പറഞ്ഞത് കേൾക്കാതെ ക്രൂദ്ധനായിട്ട് അവൻ പുറപ്പെട്ടു പോകുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കും. ശുദ്ധനാകുവാനായിട്ട് യോർദാനിൽ പോയി കുളിക്കാൻ പറഞ്ഞപ്പോൾ അത് കേട്ട് ക്രൂദ്ധനായിട്ട് മടങ്ങിപ്പോകുന്നതായ നയമാന് അവന് സൗഖ്യം പ്രാപിപ്പാനായിട്ട് അവന് തടസ്സം ഉണ്ടാകും. രണ്ടാമത്തെ ചിന്തയിലേക്ക് നമുക്ക് പോകാം. രണ്ടാമതായിട്ട് ഇവിടെ നയമാന്റെ ജീവിതത്തിൽ സൗഖ്യത്തിന് തടസ്സമായിരുന്നത് അവൻ മുൻവിധിയോടെയാണ് ഏലിശായുടെ അടുത്തേക്ക് വന്നത്. മുൻവിധിയോടെ ഏലിശായുടെ അടുത്തേക്ക് മുൻവിധിയുടെ ചില രൂപരേഖകൾ തയ്യാറാക്കിക്കൊണ്ടാണ് അവൻ ഏലിയാവിൻ്റെ അടുത്തേക്ക് വന്നത് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കും. നയമാൻ ഏറ്റവും ക്രോധിച്ച് പുറപ്പെട്ടു. 11-ാം വാക്യത്തിൽ അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ചില മുൻവിധികൾ, ചില രൂപരേഖകൾ, അതുമായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ സൗഖ്യം പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. നയമാനെ സംബന്ധിച്ചിടത്തോളം അവൻ ചില മുൻവിധിയോടെയാണ് ഏലിശായുടെ അടുത്തേക്ക് വന്നത്. ഏലിശ പ്രവർത്തിച്ചിട്ടുള്ള അതിശയങ്ങളെക്കുറിച്ച് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം ആദ്യ ഭാഗങ്ങളിൽ 5 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അനേക അത്ഭുതങ്ങൾ ഏലിശ ചെയ്തതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏലിശായിക്ക് അനുഗ്രഹം നൽകുവാൻ കഴിവില്ലാത്തവനല്ല, ഏലിയാവിൻ്റെ പുതപ്പ് സ്വീകരിച്ചവനാണ്. ഏലിശായിക്ക് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ നൽവരം ലഭ്യമായവനാണ് തൻ്റെ മുൻഗാമിയിൽ നിന്ന്. അവിടെ ഏലിശായിക്ക് അതിശയം പ്രവർത്തിക്കാനോ ഇവൻ്റെ നയമാൻ്റെ ശരീരത്തിൽ തൊട്ട് സൗഖ്യം നൽകുവാനോ കഴിയാത്തവനല്ല. ഇവിടെ ഓർമ്മിപ്പിക്കുന്നു, അവൻ ആഗ്രഹിച്ചത് അതാണ്, അവൻ താല്പര്യപ്പെട്ടതും അതാണ്. കുറുക്കു വഴിയുടെ അനുഗ്രഹം ആഗ്രഹിച്ചു, കുറുക്കു വഴിയിലൂടെ അനുഗ്രഹം നേടാമെന്ന് ആഗ്രഹിച്ചു. നയമാൻ ക്രോധിച്ചു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നയമാൻ്റെ ആഗ്രഹം അതായിരുന്നു. ഏലിശ തൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരണം, ഇറങ്ങി വന്ന് സൗഖ്യം നൽകണം. ഇന്നും നമ്മുടെ പലരുടെയും ആഗ്രഹം അങ്ങനെയാണ്. ദൈവം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് നമുക്ക് സൗഖ്യം നൽകണമെന്നുള്ളത്, സൗഖ്യം ലഭിക്കണമെന്നുള്ളത്. പക്ഷേ നയമാൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമല്ല, വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന രൂപരേഖകൾ ഒന്നും നിലനിൽക്കുന്നതല്ല. നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നു, നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുന്നു, ദൈവവചനം പഠിക്കുന്നു, ദൈവവചനം ധ്യാനിക്കുന്നു. ഇതൊക്കെ എന്തിനാ? ചില രൂപരേഖകൾ നമ്മൾ തന്നെ തയ്യാറാക്കിയെടുക്കാറുണ്ട്. ചില കുറുക്കു വഴികൾ നമ്മളൊക്കെ തയ്യാറാക്കിയെടുക്കാറുണ്ട്. ഈ കുറുക്കു വഴികളിലൂടെ ഒന്നും ദൈവം സൗഖ്യം നൽകുകയില്ല. നാം ഉണ്ടാക്കുന്ന രൂപരേഖകളല്ല, ദൈവം നൽകുന്ന രൂപരേഖകളിൽ കൂടെ, ദൈവം നൽകുന്ന നിയമാവലികളിൽ കൂടെ നാം കടന്നുപോയെങ്കിൽ മാത്രമേ സൗഖ്യം നമുക്ക് കിട്ടുകയുള്ളൂ. ഇന്ന് ദൈവം ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. കൊറോണയുടെ കാലത്ത് ഈ ബ്രാൻഡ് ചെയ്യപ്പെട്ടിരുന്ന ദൈവത്തിൻ്റെ നേതാക്കന്മാരാരെയും സമൂഹത്തിൽ നമ്മൾ കണ്ടില്ല. എല്ലാവരും മാളത്തിൽ ഒളിച്ച അനുഭവത്തിലാണ്. അപ്രമേയനായ ദൈവത്തെ തങ്ങളുടെ കരങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ബ്രാൻഡഡ് ആയിരിക്കുന്ന പ്രവാചകന്മാരെ, നേതാക്കന്മാരെ കണ്ടില്ല. അത് ഏത് മതത്തിലേത് നോക്കിയാലും കണ്ടിട്ടില്ല.
സോട്ടും കൂട്ടും ഒക്കെ അണിഞ്ഞ്, കോട്ടും സൂട്ടും ഒക്കെ അണിഞ്ഞ് ഇങ്ങനെ ഫ്ലക്സില് തിളങ്ങി നിന്നതായ പ്രവാചകന്മാരൊക്കെ മാളങ്ങളിൽ ഒളിച്ചു. സമ്പന്നതയുടെ അപ്പോസ്തലന്മാരായിട്ട്, സൗഖ്യദാനത്തിൻ്റെ പിടിയാളായിട്ട് കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന നേതൃനിരയൊക്കെ ഒളിക്കപ്പെട്ടു. പല രൂപരേഖകളുണ്ടായിരുന്നു ഓരോരുത്തർക്കും. തള്ളിയിട്ടും പിടിച്ചു കെട്ടിയും ഉമ്മ വെച്ചും ഒക്കെ സൗഖ്യം കൊടുത്തിട്ടുള്ളവരുണ്ട്. കാലുകൊണ്ട് ചവിട്ടി സൗഖ്യം കൊടുത്തിട്ടുള്ളവരുണ്ട്. എഴഞ്ഞെന്ന് സൗഖ്യം മേടിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള നേതൃനിരയിൽപ്പെട്ട പുതിയ ആധ്യാത്മിക നേതൃത്വം ഇവിടെ പല രൂപരേഖകളുമായിട്ട് കടന്നു വരുന്നുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നവന് മാത്രമേ യഥാർത്ഥ ആത്മീകതയുടെ അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയൂ. തന്നെ വെറുമയാക്കിയ യേശു ക്രിസ്തു, തന്നെ വെറുമയാക്കിയ യേശു ക്രിസ്തു, യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് അത്ഭുതം ആഗ്രഹിച്ചു വന്നവർക്ക് അത് നൽകുന്നില്ല. തന്നെ പരീക്ഷിക്കുവാനായിട്ട് നീ എന്ത് അടയാളം കാണിക്കുന്നു എന്ന് ചോദിച്ചു വന്നവരുണ്ട്. കർത്താവ് പറയുന്നു, ഈ യൗവന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊന്നുമില്ല. യൗവനാൻ 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിലായിരുന്ന പ്രകാരം മനുഷ്യപുത്രനും ആക്കപ്പെടണം. കഷ്ടതയിലൂടെ, വേദനയിലൂടെ മാത്രമേ, അതിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ സൗഖ്യം അനുഭവിക്കാനായിട്ട് കഴിയുള്ളൂ. അല്ലാതെ പുതിയ രൂപരേഖകളുമായിട്ട്, കുറുക്കു വഴിയുടെ രൂപരേഖയുമായിട്ട് വന്നാൽ ഇത് ലഭിക്കുകയില്ല. നാം രൂപപ്പെടുത്തുന്ന രൂപരേഖയല്ല, നാം രൂപപ്പെടുത്തുന്ന ക്രമീകരണങ്ങളല്ല. ഇന്ന് പലപ്പോഴും നാം രൂപപ്പെടുത്തുന്ന ആധ്യാത്മികതയും ക്രമീകരണവും സൗഖ്യവും ദൈവം ആഗ്രഹിക്കുന്ന അതല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വേണം വേണ്ട എന്നല്ല. സ്ക്രീനിൽ പാവയാടും ചരട് വലിക്കുമ്പോൾ ഇന്നും ആധ്യാത്മികതയിൽ അങ്ങനെ പ്രഭാഷണം നടത്തണമെങ്കിലും ആരാധന നടത്തണമെങ്കിലും ചില സ്വിച്ചുകൾ ഇടണം, ചില ചരടുകൾ വലിക്കണം. സമൂഹത്തിന് കാണണമെങ്കിൽ ആ ഒരു നിലയിലേക്ക് വന്നിരിക്കുക. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ്, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. മനുഷ്യനുണ്ടാക്കുന്ന രൂപരേഖകൾ, മനുഷ്യനുണ്ടാക്കുന്നതായ മുൻവിധിയുടെ രൂപരേഖകൾ ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നാൽ, നയമാനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു ആവശ്യമായിരുന്നു. അവൻ പറയുന്നത് എന്താണ്? യഹോവയുടെ നാമത്തിൽ ഏലിശ പുറത്തു വന്ന് യഹോവയുടെ നാമത്തിൽ കൈ ആട്ടി, അല്ലെ കൈകൊണ്ട് തൊട്ട്, ഒന്നുകിൽ കൈകൊണ്ട് തൊടണം, അല്ലെങ്കിൽ ഉന്തിയിടണം, അല്ലെങ്കിൽ തള്ളിയിടണം, പുറകോട്ടും മുന്നോട്ടും ഒക്കെ തള്ളിയിടണം. ഇങ്ങനെയൊക്കെയുള്ള പല ആഗ്രഹം അവൻ ആഗ്രഹിച്ചു. ചില ഷോക്ക് ട്രീറ്റ്മെന്റ് വേണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അത് കൊടുക്കാൻ ഏലിശ തയ്യാറല്ലായിരുന്നു. കുറുക്കു വഴിയിലൂടെ സൗഖ്യമല്ല ആവശ്യമായിരിക്കും. വിശുദ്ധ ആരാധനയുടെ, വിശുദ്ധ കുർബാനയുടെ പരികർമ്മത്തിലൂടെ, പരിസേവനത്തിലൂടെ ഉള്ളതായ ആ സൗഖ്യമാണ് പൗരസ്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം, ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. പരിശുദ്ധ കുർബാനയുടെ പരിസേവനം. പണ്ട് കാലത്ത് പറയാറുണ്ട്, ആയുസ്പാടെന്ന്. കുർബാനയ്ക്കുള്ള ഒരുക്കത്തിനും കുർബാന അനുഭവത്തിനുള്ള ഒരുക്കത്തിനും. ഇന്ന് എങ്ങനെയെങ്കിലും വന്ന് ഒന്ന് തലയ്ക്ക് പിടിക്കണം, ഒന്ന് കുർബാന അനുഭവിച്ചിട്ട് പോകണമെന്നുള്ള ഒരു നിലയിലേക്ക് മാറിയിരിക്കുക. അതല്ല ആയുസ്പാട്. ഒരായുസ് മുഴുവനുമുള്ള ഒരുക്കം എങ്ങനെയാണോ ജീവിതം, അത്രമാത്രം ഒരു ഒരുക്കമാണ് വിശുദ്ധ ആരാധനയുടെ പരിസേവനത്തിന്, പരികർമ്മത്തിന് ആവശ്യമായിരുന്നു. ഇതാണ് നമ്മുടെ ആധ്യാത്മികതയിലുള്ളത്. ഇന്ന് പലപ്പോഴും ഇത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് നാം കൊണ്ടുവരുന്ന രൂപരേഖകളൊന്നും ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നതല്ല. നയമാൻ ആഗ്രഹിച്ചത് അങ്ങനെയാണ്. തനിക്ക് ഏലിശ വന്ന് തൻ്റെ ദേഹത്തിന്മീതെ കൈയാട്ടി സൗഖ്യം നൽകണം, അങ്ങനെ സൗഖ്യം ലഭിക്കും എന്നുള്ളതായ ആഗ്രഹം. പക്ഷേ ഏലിശ അതിന് തയ്യാറല്ലായിരുന്നു. ഇന്നും
ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുമായിട്ട് ഓടി നടക്കുമ്പോൾ അതല്ല യഥാർത്ഥമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവജനത്തിന് സാധിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവകൃപ അധികമായിട്ട് നമുക്ക് അനുഭവിപ്പാനായിട്ട് കഴിയൂ. കൊണ്ട് നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിവർത്തിക്കും. സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കും. 37-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. നമ്മുടെ രൂപരേഖകളല്ല, നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് കൃപ അനുഭവിപ്പാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ടല്ലോ, പ്രലോഭനം നൽകുന്നുണ്ട്. വിശുദ്ധ സുവിശേഷ ഭാഗങ്ങൾ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. 3 പ്രലോഭനങ്ങൾ നൽകപ്പെടും. അവിടെ പ്രലോഭനങ്ങളിലൊക്കെ പിശാച് സാത്താൻ ചില രൂപരേഖകളുമായിട്ട് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വന്നു. പക്ഷേ ഈ രൂപരേഖകളൊക്കെയും യേശു തമ്പുരാൻ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ആവർത്തന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് യേശു തമ്പുരാൻ പറഞ്ഞ മറുപടികൾ കൊടുത്തിട്ടുണ്ട്. കല്ലപ്പമായി തീരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും, ഗോപുരം മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞപ്പോഴും, കുമ്പിട്ട് നമസ്കരിക്കാൻ പറഞ്ഞപ്പോഴും, യഹോവയാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്ന പ്രമാണം ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും പറയുന്ന ഭാഗം കർത്താവ് അവിടെ സാത്താനോട് പറയുമ്പോൾ, സാത്താൻ്റെ രൂപരേഖകളൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുക. നയമാന് തടസ്സമായിരുന്നത്, സൗഖ്യദാനത്തിന് തടസ്സമായിരുന്നത്, ഒന്നാമത് നാം കണ്ടു, താഴ്മരഹിതനായിരുന്നത് കൊണ്ട് സൗഖ്യം പ്രാപിപ്പാൻ അവന് തടസ്സമുണ്ടായി. രണ്ടാമത്, ചില രൂപരേഖകൾ, മുൻവിധിയുടെ ചില രൂപരേഖകളുമായിട്ട് അവൻ കടന്നു വന്നപ്പോൾ അവന് സൗഖ്യം പ്രാപിപ്പാനായിട്ട് തടസ്സമായിട്ട് വന്നു. മൂന്നാമത് നാം ഇവിടെ പഠിക്കുമ്പോൾ 12-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു, ദമ്മശേക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ, എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി. എന്നാൽ അവൻ്റെ ഭൃത്യന്മാർ അടുത്തു വന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാകാ എന്ന് പറഞ്ഞാൽ എത്ര അധികം എന്ന് പറഞ്ഞു. ഭക്തിയില്ലാത്ത യുക്തി, ഭക്തിയില്ലാത്ത യുക്തിയാണ് പ്രവാചകനിൽ, നയമാനിൽ നാം കാണുന്നത്. ഭക്തിയില്ലാത്ത ബുദ്ധി വളരുന്നത്, ഭക്തിയുടെ സ്ഥാനം ഇന്ന് യുക്തിയും ബുദ്ധിയും എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം, പൗരസ്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധി കുറവുള്ള പിതാക്കന്മാരായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇന്ന് ബുദ്ധി കൂടിയ പിതാക്കന്മാരും ബുദ്ധി കൂടിയ ദൈവജനവും അധികം. ബുദ്ധിയുടെ പാരമ്യതയിലല്ല, ഭക്തിയുടെ പാരമ്യതയിലാണ് നിലനിൽക്കുവാനായിട്ട്, സൗഖ്യം പ്രാപിക്കാനായിട്ട് കഴിയും. ഭക്തിയെ യുക്തി കൊണ്ട് അളക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അബാനയും പർപ്പരുമില്ലേ? യോർദാനിൽ എന്തിനാ പോകുന്നത്? യോർദാനെയും സ്വന്തം നാട്ടിലെ നദികളെയും ഒരുപോലെ കാണുന്നു നയമാൻ. അബാനയും പർപ്പരും തമ്മിൽ വ്യത്യാസമുണ്ട്, യോർദാനുമായിട്ട് വ്യത്യാസമുണ്ട്. യോർദാനിൽ പോകേണ്ടതിന് യോർദാനിൽ പോയെങ്കിൽ മാത്രമേ സൗഖ്യം കിട്ടുകയുള്ളൂ. യോർദാനിൽ പോയി കുളിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണ ശുദ്ധി പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്തിന്? പൈതലിനെ 56 ദിവസം കഴിയുമ്പോൾ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഈ മാമോദീസ തൊട്ടിയിൽ മാമോദീസ മുക്കുന്നത്? ബുദ്ധിയുടെ അളവുകോൽ വെച്ച് നോക്കിയാൽ അതിന് ഉത്തരം കിട്ടുകയില്ല. ബുദ്ധിയുടെ അളവുകോലല്ല, അവിടെ ഭക്തിയുടെ അളവുകോലാ വേണ്ട. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ.
ബുദ്ധി വേണം, യുക്തി വേണം. പക്ഷേ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിക്കണം. തത്വജ്ഞാനമല്ല ഭക്തിയുടെ അളവ് ക്രമപ്പെടുത്തുന്നത്. ഇന്ന് പക്ഷേ തലമുറ ബുദ്ധിയുടെ പിന്നാലെ, യുക്തിയുടെ പിന്നാലെ പോയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ മുറകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക. തലയും മുറയും വേണം. ഇന്ന് തല മാത്രം മതി എന്നുള്ള അവസ്ഥയില്ല. തല മാത്രം പോരാ. ചില മുറകള്, ചില ക്രമങ്ങള്, ക്രമീകരണങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അപ്പം കൊണ്ട് തൃപ്തി വരുത്തുന്നതായ ഉപമ നാം കാണുന്നുണ്ടല്ലോ. അവിടെയൊക്കെ ചില ക്രമവും ക്രമീകരണവും നൽകിയിരുന്നു. ക്രമം കെട്ട അനുഭവത്തിലൂടെ ജീവിക്കുന്ന സമൂഹം നിലനിൽക്കുകയില്ല. ക്രമം കെട്ട അനുഭവത്തിലൂടെ ലോകം പോയതുകൊണ്ട് ഇന്ന് ദൈവം ഈ ഒരു മഹാമാരി നമുക്ക് നൽകിയിരിക്കുക. അതുകൊണ്ട് ക്രമം കെട്ട അനുഭവമല്ല. ബുദ്ധിയുടെ പേരിൽ, യുക്തിയുടെ പേരിൽ ക്രമം കെട്ട അനുഭവത്തിലൂടെ പോകുമ്പോൾ ക്രമീകൃതമായ അനുഭവം വേണം. പന്തി പന്തിക്കായിട്ടിരുത്തണം. പന്തി പന്തിക്കായിട്ടിരുന്നെങ്കിൽ മാത്രമേ ശേഷിപ്പ് ലഭിക്കുകയുള്ളൂ. ശേഷിപ്പുകളെ സ്വീകരിക്കണം. ശേഷിപ്പുകളെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ മുൻപോട്ടുള്ള യാത്രയ്ക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ബുദ്ധിയുള്ള പിതാക്കന്മാരെ അല്ല, ഭക്തിയുള്ള പിതാക്കന്മാരെയും, ബുദ്ധിയുള്ള ദൈവജനത്തെ അല്ല, ഭക്തിയുള്ള ദൈവജനത്തെയുമാണ് ആവശ്യമായിരിക്കുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാൾ നാം അനുഷ്ഠിക്കുവാൻ, ആചരിക്കുവാനായിട്ട് പോകുന്നുവല്ലോ. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം പദയാത്രകളോ തീർത്ഥാടനങ്ങളോ ഒന്നുമില്ല. ഇന്നത്തെ പത്രത്തിൽ നാം കണ്ടു, തീർത്ഥാടകരൊക്കെ നേരത്തെ ചെല്ലണം. പെരുന്നാൾ, പ്രധാന പെരുന്നാൾ ദിവസങ്ങളിൽ ഇപ്പോഴത്തെ നിയമം അനുശാസിക്കുന്നതനുസരിച്ച് മാത്രമേ ആരാധനയിൽ പങ്കെടുക്കുവാൻ പരിമിതപ്പെടുത്തിയ അവസ്ഥ. മുൻകാലങ്ങളിൽ ഒത്തിരി ബുദ്ധിയുടെ പ്രയോഗം കൊണ്ട്, യുക്തിയുടെ പ്രയോഗം കൊണ്ട് പലതും നേടിയെടുക്കുവാൻ തക്കവണ്ണം, ആർജിപ്പാൻ തക്കവണ്ണം ശ്രമിച്ച ഒരു സമൂഹം. പക്ഷേ പരിശുദ്ധനായ പരിമല തിരുമേനി ബുദ്ധിയുടെ പിതാവല്ലായിരുന്നു, ഭക്തിയുടെ പിതാവായിരുന്നു. ഭക്തിയുടെ പിതാക്കന്മാർ അവർ കാണിച്ചു വന്നിട്ടുള്ള നല്ല മാർഗങ്ങൾ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് കഴിയൂ. ആംഗ്ലിക്കൻ തിയോളജിയനായിരുന്ന റോബർട്ട് റോക്ക്, അദ്ദേഹം നമ്മുടെ ആരാധനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ് വെൽ ഡിസൈൻഡ് ആൻഡ് വെൽ ഡിസിപ്ലിൻഡ് ലിറ്റർജി. നമ്മുടെ ആരാധനയുടെ, നമ്മുടെ ആധ്യാത്മികതയുടെ പ്രാധാന്യം പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വെൽ ഡിസിപ്ലിൻഡ് ആൻഡ് വെൽ ഡിസൈൻഡ് ലിറ്റർജി, എത്രമാത്രം ക്രമീകൃതമായ, ഭക്തി നിർഭരമായ, ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ആരാധനയാണ്, ആധ്യാത്മികതയാണ് നമ്മുടെ. അവിടെ യുക്തിയുടെയോ ബുദ്ധിയുടെയോ കസർത്തല്ല, ഭക്തിയുടേതായ. കുരുടന് കാഴ്ച നൽകുന്നുണ്ട്. കുരുടന് കാഴ്ച നൽകുമ്പോൾ കർത്താവ് അവനോട് പറയുന്നുണ്ട്, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയതുപോലെ വേണമെങ്കിൽ അവനെ സൗഖ്യമാക്കി വിടാമായിരുന്നു. പക്ഷേ അവനോട് പറയുന്നു, നീ ശീലോഹാങ്കുളത്തിൽ പോയി കഴുകുക. നയമാനോട് ഏലിശായും പറഞ്ഞത് തന്നെയാണ്, നീ യോർദാനിൽ പോയി കുളിക്കുക. 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക. നീ യോർദാനിൽ കുളിക്കണം. പറയുന്ന ചില കാര്യങ്ങൾ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ചെയ്തെങ്കിൽ മാത്രമേ സൗഖ്യം കിട്ടുകയുള്ളൂ. ഏലിശായ്ക്ക് ഏലിയാവിൻ്റെ പുതപ്പില്ലാഞ്ഞിട്ടല്ല, ആ പുതപ്പ് കൊണ്ടുവന്ന് സൗഖ്യം കൊടുക്കാമായിരുന്നു. പക്ഷേ യോർദാനിൽ പോയെങ്കിൽ മാത്രമേ നിനക്ക് സൗഖ്യം കിട്ടൂ. അവൻ ബുദ്ധിയുടെ പാരമ്യതയിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു, ഞാനെന്തിനാ യോർദാനിൽ പോകുന്നത്? അബാനയും പർപ്പരും ഇവിടെ ഇല്ലേ? അതിനേക്കാൾ നല്ലതാണോ യോർദാൻ? അതെ, ഇവിടെ സൗഖ്യം കിട്ടും. ഗിലെയാദിൽ സൗഖ്യമില്ലയോ? അവിടെ തൈലമില്ലയോ? അവിടെ പ്രവാചകനില്ലയോ? ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നാൽ നമുക്ക് ലഭിക്കും.
നിൽക്കേണ്ടതുപോലെ നിന്നെങ്കിൽ മാത്രമേ സൗഖ്യം പ്രാപിപ്പാനായിട്ട് കഴിയും. പലപ്പോഴും നിൽക്കേണ്ടതുപോലെ അല്ല നിൽക്കുന്നത്. നാം ഇന്ന് നിൽക്കേണ്ടതുപോലെ നിൽക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ക്രമം കെട്ട അനുഭവത്തിൽ പോകുന്നതുകൊണ്ട്, ക്രമീകൃതമായ അനുഭവത്തിൽ പോകാതെ ക്രമം കെട്ട അനുഭവത്തിൽ പോകുന്നത് കൊണ്ട് സൗഖ്യം പ്രാപിപ്പാൻ, ഇവിടെ നിന്നുകൊണ്ട് തന്നെ സൗഖ്യം പ്രാപിപ്പാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അനുഭൂതിയുടെ അനുഭവത്തിലല്ല, മറിച്ച് അനുഭവത്തിൻ്റെ തലത്തിലേക്ക് നാം മാറേണ്ടതായിട്ടുണ്ട്. പൗലോസ്ലീഹ റോമാലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ബുദ്ധിയുള്ള ആരാധനയായി, ആരാധനാ ജീവിതത്തിൽ, സംസർഗത്തിൽ ദൈവത്തിന് പ്രസാദമായ ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഫറവോന്റെ ഭക്തി നാം കാണുന്നുണ്ടല്ലോ. ഫറവോന്റെ ഭക്തി കാര്യസാധ്യത്തിനുള്ള ഭക്തിയായിരുന്നു. മോശയുടെ ദൈവത്തിൻ്റെ ശക്തിയല്ല അവന് ആവശ്യമായിരുന്നു. അവൻ്റെ ഭക്തിയാണ് ഇന്ന് പലപ്പോഴും നാം നടത്തിക്കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ല. ഫറവോന്റെ ഭക്തി കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള, മിസ്രൈമിലെ ബാധ മാറുക എന്നുള്ളത് മാത്രമാണ് അവൻ. ബാധ മാറുമ്പോൾ അവൻ്റെ ഭക്തിയും മാറിക്കൊണ്ടിരുന്നു. ഓരോ ബാധകൾ മാറുമ്പോഴും ഭക്തി മാറി മാറി അവൻ്റെ ഹൃദയം കഠിനപ്പെടുകയാണ്. അതുകൊണ്ട് ഭക്തിയില്ലാത്ത യുക്തിയല്ല നമുക്ക് ആവശ്യമായത്. ഭക്തിയും യുക്തിയും കൂടെ സംയോജിപ്പിച്ചു കൊണ്ടുപോയെങ്കിൽ മാത്രമേ സൗഖ്യം പ്രാപിക്കാനായിട്ട് കഴിയുള്ളൂ. യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കും, പ്രതിസന്ധിയുടെ കാരണം നീ അന്വേഷിക്കുകയല്ല, മറിച്ച് കേട്ടറിഞ്ഞ ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ട് കഴിയണം. കേട്ടറിഞ്ഞ ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ട് കഴിയണം. ഈ നാളുകളിൽ ദൈവത്തെ കൂടുതലായി അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇടയായി. കൂട്ടമായി വന്ന് ആരാധനയിൽ സംബന്ധിപ്പാനോ, എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം അല്ലെ 3 മാസം കൂടി ഇരിക്കുന്നതായ സുവിശേഷ സംഘത്തിൻ്റെ ധ്യാനയോഗങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് വന്ന് ദേവാലയ കേന്ദ്രീകൃതമായി ആരാധിക്കുവാനോ നമുക്ക് കഴിയാത്ത ഒരനുഭവം. പക്ഷേ നാം അറിഞ്ഞിട്ടുള്ളതായ ദൈവത്തെ, കേട്ടറിഞ്ഞിട്ടുള്ളതായ ദൈവത്തെ, വായിച്ചറിഞ്ഞിട്ടുള്ള ദൈവത്തെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് കൂടുതലായി അവസരം ലഭിച്ചുകൊണ്ടിരിക്കും. ആകയാൽ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കട്ടെ. നയമാൻ്റെ ജീവിതത്തിൽ സൗഖ്യത്തിന് തടസ്സമായ 3 കാര്യങ്ങളാണ് നാം കേട്ടത് ഈ ധ്യാനത്തിൽ. ഒന്നാമത്, താഴ്മരഹിതനായ നയമാൻ, അവന് സൗഖ്യത്തിന് തടസ്സമുണ്ടായി. രണ്ടാമത്, ചില മുൻവിധിയുടെ രൂപരേഖകളുമായിട്ട് അവൻ കടന്നു വന്നപ്പോൾ അവന് സൗഖ്യത്തിന് തടസ്സമുണ്ടാകും. മൂന്നാമത്, അവൻ്റെ യുക്തി ഭക്തി തമ്മിലുള്ള വ്യത്യാസം. അവൻ്റെ ഭക്തിയെ യുക്തി കൊണ്ട് മൂടുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അവന് സൗഖ്യം ലഭിക്കാനായിട്ട് തടസ്സമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോകുവാനായിട്ടല്ല, മറിച്ച് ബുദ്ധിയും ശക്തിയും യോജിപ്പിച്ച് താഴ്മയോടെ വിനയത്തോടെ ദൈവം നൽകുന്ന രൂപരേഖകളോടെ മുൻപോട്ട് പോയാൽ പൂർണ്ണ സ്വസ്ഥത പ്രാപിപ്പാനായിട്ട് കഴിയും. അതിന് ഈ കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കൂടുതലായി ദൈവത്തെ വിളിച്ചപേക്ഷിപ്പാനും ദൈവകൃപ അനുഭവിപ്പാനും തക്കവണ്ണം ദൈവം നമുക്ക് കരുണ നൽകട്ടെ. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, കൊറോണ കാലത്ത് പ്രത്യേകമായ സാഹചര്യമാണ് നമ്മൾ കടന്നു പോകുന്നത്, നമുക്കൊക്കെ അറിയാം. ഈ സാഹചര്യത്തിൽ ചെങ്ങന്നൂർ ഭദ്രാസന ആഭ്യന്തര സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ
എല്ലാ ബുധനാഴ്ചയും പ്രതിവാര ധ്യാനം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവകൃപ ധാരാളമായി വർഷിക്കുന്ന ഈ യോഗത്തിന് നന്ദി കരയേറ്റുക എന്നുള്ളതാണ് എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. ഈ പ്രതിവാര ധ്യാന യോഗത്തിന് എല്ലാ തരത്തിലും താങ്ങും തണലുമായി പ്രാർത്ഥനയോടുകൂടി ഇതിനെ സഹായിക്കുന്ന അഭിവന്യ ചെങ്ങന്നൂർ ഇടവക മെത്രാപ്പോലീത്ത ഡോക്ടർ മാത്യൂസ് മാത്യൂസ് അവറുകൾക്ക് ഏവരുടെയും പേരിൽ നന്ദി തൃപ്പാതിൽ സമർപ്പിക്കുന്നു. ഈ യോഗത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ചുക്കാൻ പിടിക്കുന്ന ഭദ്രാസന സെക്രട്ടറി ശ്രീ മാത്യു എബ്രഹാം അച്ഛന് ഏവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ആഭ്യന്തര സുവിശേഷ സംഘത്തിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഫാദർ കൊക്കാപ്പറമ്പിൽ അച്ഛൻ നമുക്കറിയാം, ആരോഗ്യത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ വകവെക്കാതെ എല്ലാ ബുധനാഴ്ചയും വളരെ ചിട്ടയോടെ അടുക്കോടുകൂടി കടന്നു വരികയും വളരെ ഗഹനമായ രീതിയിൽ സ്വാഗതം ആശംസിക്കുകയും അതോടൊപ്പം തന്നെ ഓരോ ആശയങ്ങൾ നമ്മളിലേക്ക് സന്നിവേശിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട തോമസ് കൊക്കാപ്പറമ്പിൽ അച്ഛനെ ഏവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തോടൊത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫസർ ജിബി പുത്തങ്കാവ്, പ്രൊഫസർ ബിൻസി കൊളനട, ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ബദേൽ ക്രിയേഷൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ചെങ്ങന്നൂർ സെൻറ്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രൽ ഇടവാംഗങ്ങളായ മനു, വിനു, പുത്തങ്കാവ് സെൻറ്റ് മേരീസ് ഇടവാംഗമായ ജോജോ ജോസഫ്, ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് കൊഴുപ്പ് നൽകുന്ന മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ കൊയർ സംഘത്തിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ യോഗത്തിൽ യഥാർത്ഥത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയത് നമുക്ക് ഏവർക്കും സുപരിചിതനായ പെരിശ്ശേരി സെൻറ്റ് മേരീസ് ഇടവ വികാരി കൂടിയായ റവറൻഡ് ഫാദർ പി കെ കോശി അച്ഛനാണ്. അദ്ദേഹത്തെ പറ്റി സ്വാഗതത്തിൽ വളരെ ഭംഗിയായി നമ്മുടെ കൊക്കാപ്പറമ്പിൽ അച്ഛൻ പറഞ്ഞു, വളരെ ശരിയാണ്. വളരെ വിനയാന്വിതരായി താഴ്മയോട് അഹങ്കാരമില്ലാതെ ജീവിതത്തിൽ ഈ പുരോഹിത വർഗമെന്ന് പറയുന്നത് എളിമയുടെ താഴ്മയുടെ അംശമാണ് എന്ന് തൻ്റെ ജീവിതം കൊണ്ട് കാണിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ പി കെ കോശി അച്ഛൻ. ഇന്ന് അദ്ദേഹം നമ്മളോട് പ്രസംഗിച്ചത് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം അടിസ്ഥാനമാക്കി ഈ നയമാൻ എന്ന ആ യോദ്ധാവിനെ, അരാം രാജ്യത്തിലെ രാജാവിൻ്റെ യോദ്ധാവായിരുന്ന വ്യക്തിക്ക് മഹാനായിരുന്ന അദ്ദേഹത്തിനുള്ള കുഷ്ഠരോഗം, ആ കുഷ്ഠരോഗം മാറുവാൻ അദ്ദേഹം എലീശയുടെ സമീപത്ത് പോയതും തുടർന്ന് സൗഖ്യമാക്കിയതും ഒക്കെ അദ്ദേഹം വളരെ വിശദമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി. എന്നാൽ എന്തുകൊണ്ട് ഈ നയമാന് തൻ്റെ രോഗം പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ താമസപ്പെട്ടു എന്നതിനെപ്പറ്റി 3 കാരണങ്ങൾ അദ്ദേഹം വളരെ വിശദമായി ഇവിടെ നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ചു. ഒന്നാമത് അദ്ദേഹം പറയുന്നു, ഈ നയമാൻ എന്ന വ്യക്തി അഹങ്കാരിയാണ്, വളരെ താഴ്മയില്ലാത്തവനാണ്. അതുകൊണ്ട് വിനയം താഴ്മയുടെ അഭാവമാണ് അദ്ദേഹത്തിന് ഈ രോഗസൗഖ്യത്തിന് അല്പം കാലതാമസം നേരിട്ടെന്ന് അദ്ദേഹം നമ്മൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി. രണ്ടാമത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു, മുൻവിധിയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്ന വീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നയമാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറ്റെല്ലാം നേടിയിട്ടും ചില പരാജയങ്ങൾ ഉണ്ടാകാൻ കാരണം ഈ മുൻവിധിയോട് നമ്മൾ ജീവിതത്തെ നോക്കിക്കാണുന്നതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, ഭക്തിയും യുക്തിയും തമ്മിൽ വേർതിരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഇദ്ദേഹം യുക്തിക്ക് പ്രാധാന്യം നൽകുകയും ഭക്തിയെ ഒരു വശത്തേക്ക് തള്ളുകയും ചെയ്യുന്ന ആധുനിക മനുഷ്യൻ്റെ ചിന്താഗതി അദ്ദേഹത്തിലേക്ക് നമ്മൾ കാണുന്നുണ്ട് ഈ നയമാൻ എന്ന വ്യക്തിയിൽ. അതുകൊണ്ട് ഈ 3 കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുകയും അതനുസരിച്ച് മാറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാ വിലയേറിയതായ ആഹ്വാനമാണ് ബഹുമാനപ്പെട്ട പി കെ കോശ നമ്മൾ സന്നിവേശിച്ചിട്ടുള്ളത്, നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മളൊക്കെ മഹാന്മാരായിരിക്കാം, വലിയവരായിരിക്കും, പക്ഷേ ദൈവം നോക്കുമ്പോൾ നിനക്ക് കുഷ്ഠരോഗമുണ്ട്, പുറമേയുണ്ട്, അകമേയുണ്ട്, നിൻ്റെ
കുഷ്ഠരോഗം മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴ്മയോട് വിനയത്തോട് ദൈവസന്നിധിയിൽ ഭക്തി എന്ത് എന്ന് മനസ്സിലാക്കി മുൻവിധിയില്ലാതെ മുൻപോട്ട് പോകണമെന്നുള്ള ആഹ്വാനം ചെയ്ത ബഹുമാനപ്പെട്ട PK കോശി അച്ഛനെ ഏവരുടെയും പേരിൽ നന്ദി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. തുടർന്നുള്ള എല്ലാ പ്രവർത്തനവും ദൈവം അനവധിയായി പടിപടിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനൊരുകളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശ്രോഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപിള എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ണു സ്വർഗത്തിലെ പോൽ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധളന്യാശ്രീമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബർബരന്മാരും ദൈവമില്ലാത്തവരും ആത്മാക്കളുടെ സാക്ഷാൽ വൈദ്യൻ നീ മാത്രമാകുന്നു. നിന്നെ തിരിച്ചറിയുവാനും നിങ്ങൾ അഭയം പ്രാപിപ്പാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദേവാനായ കർത്താവേ, ഞങ്ങൾ നിന്നെ വെറുപ്പിക്കുകയും ശത്രുവിനെ അനുസരിക്കുകയും ചെയ്തിട്ടുള്ളത് അല്പമൊന്നുമല്ലെന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഇതാ ഞങ്ങൾ മരിച്ചവരായിരിക്കുന്നു. മനുഷ്യൻ കരുണയില്ലാത്തവനായിരിക്കാതെ അന്യോന്യം കരുണ ചെയ്യണമെന്ന് നീ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് വളരെ കരുണയും ദയവുള്ളവനെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിങ്ങൾ സാധ്യമല്ലാത്ത ഒന്നുമില്ലല്ലോ. നീ കരുണയുടെ ഉടമനാകുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ ജഡവും അരിഷ്ടതയിലിരിക്കുന്നതുകൊണ്ട് ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കരുണയുള്ള കർത്താവേ, ജീവിപ്പാൻ നിവൃത്തിയില്ലാത്തവണ്ണം ഞങ്ങളായി തീർന്നിരിക്കുന്നതിനാൽ നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ സർവശിക്ഷയ്ക്കും യോഗ്യരാകുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. ഇനി ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ഉത്തരം പറവാൻ ന്യായമായ വിധത്തിൽ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളെക്കുറിച്ച് വിലപിക്കുന്നതിന് ഭൂലോകത്തെ മുഴുവനും ഞങ്ങൾ വിളിച്ചാലും സാധ്യമല്ല. ആകയാൽ കർത്താവേ, നിന്റെ കരുണയോട് ഞങ്ങൾ സങ്കടം ബോധിപ്പിക്കുകയും നിന്റെ കൃപയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്റെ കോപത്താൽ ഞങ്ങളെ ശാസിക്കരുത്. നിന്റെ ക്രോധത്താൽ ഞങ്ങളെ ശിക്ഷിക്കരുത്. നീതിയുള്ള ശിക്ഷാവിധിയാൽ ഞങ്ങളെ നീ അതിവേദനപ്പെടുത്തരുത്. ഞങ്ങളെല്ലാ മനുഷ്യരെക്കാൾ മഹാപാപികളാകുന്നുവെന്ന് ഏറ്റുപറയുന്നു. ഇനിയും എന്തു ചെയ്യേണ്ടുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഞങ്ങൾ എവിടേക്ക് ഓടി ഒളിക്കേണ്ടു? നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ എവിടെ മറഞ്ഞിരിക്കേണ്ടു? ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിപ്പാൻ ആരുള്ളൂ? ആകാശത്തിലേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. സങ്കടമുള്ള ഹൃദയത്തോടും വിനയമുള്ള ആത്മാവോടും കൂടെ ആ ചുങ്കക്കാരനെ പോലെ ഞങ്ങൾ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നു. ആ മുടിയൻ പുത്രനെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളെയും കൈക്കൊള്ളണമേ. നിന്നെ ഉപേക്ഷിച്ച് പറഞ്ഞ ശമോനോട് നിരപ്പായതുപോലെ ഞങ്ങളോട് നിരപ്പാകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുശരീരം ഞങ്ങളെ ഭക്ഷിപ്പിക്കുകയും തിരുരക്തം ഞങ്ങളെ കുടിപ്പിക്കുകയും നിന്റെ പരിശുദ്ധ തിരുനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ.
നീ ഞങ്ങളെ അന്ധകാരത്തിൽ വസിപ്പാൻ വിട്ടുകളയരുത്. ഞങ്ങൾ നരകാഗ്നിക്ക് ഓഹരിക്കാരായി തീരരുത്. ദുഷ്ടന്മാരോടുകൂടെ കരുണയില്ലാത്ത അതിവേദന ഞങ്ങൾ അനുഭവിക്കുമാറാകരുത്. എന്നാലോ ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ തിരുവിഷ്ടപ്രകാരം നടന്നിട്ടുള്ള പരിശുദ്ധന്മാരോടുകൂടെ എന്നേക്കും നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. ആമേൻ. തിന്മാതാവ് വിശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിൻ്റെ വചനവതാൻ രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി മൃദുരഹിത മാർത്യന്മാർതൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതന വിമലത ശുചിയെന്നിവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാം അറിയാമീന്നും ഭേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മസീഹ മൃതിയമെതിച്ചോ നിഹനിച്ചോനെ അപരിപാവന തൃത്വൈകാം ജീവനും റോക്കുദിശാസഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകരക്ഷിതാവായ ദൈവോത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധ റൂഹായാം ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഏക പരിശുദ്ധാത്രിത്വമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 12 അപ്പോസ്തലന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധന്മാരായ നിബിയന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സഹദേവന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധനായ തോമാസ് ലീഹ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധനായ പരിമല തിരുമേനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പരിശുദ്ധന്മാരുമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കരുണയുടെ കരങ്ങളിൽ ഇന്നുവരെയും കാത്തു പരിപാലിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ എളിയവർ നിലവിളിച്ച് ഹോവ കേട്ട് സർവ്വ കഷ്ടത്തിലും വിടുവിച്ച് നല്ല ദൈവശബ്ദത്തിനനുസൃതമായി ഇന്നയോളം തുണച്ച ദൈവമേ, അവിടുത്തെ കൃപയിൽ പരിപാലിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സമസ്ത ലോകത്തെ നിന്റെ കൃപയിൽ പരിപാലിക്കപ്പെടുവാൻ തക്കവണ്ണം, തൃക്കരങ്ങളാൽ കാക്കപ്പെടുവാൻ തക്കവണ്ണം, നിന്റെ തൃക്കരം ഉയർത്തി അനുഗ്രഹിപ്പാൻ തക്കൊണ്ട് അടികൾ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ ഗതിവേദികളെ അവിടുന്ന് നിയന്ത്രിക്കണമേ. കാലാവസ്ഥകളെ അവിടുന്ന് നിയന്ത്രിക്കുന്ന പ്രകൃതിക്ഷോഭത്തിൽ നിന്നൊക്കെയും ഭൂമിയെ നീ സംരക്ഷിക്കണമേ. കോവിഡ് പോലെയുള്ള മഹാമാരിയിൽ നിന്ന് അതുമൂലം കഷ്ടപ്പെടുന്ന മനുഷ്യർക്കായിട്ട് രക്ഷയുടെ കരങ്ങൾ ഉയർത്തണമേ. പൂർണ്ണമായ സൗഖ്യം വിടുതൽ ലഭിപ്പാൻ തക്കവണ്ണം ഭൂമിയോട് മനസ്സലിവ് തോന്നണമേ. കഷ്ടപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ശുശ്രൂഷയും ചികിത്സയും സഹായങ്ങളും ചെയ്യുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും സംഘടനകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് സഭയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർക്കുന്നു. എല്ലാ ക്രൈസ്തവ സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക അല്ലടികൾ പ്രദാനം ചെയ്യുന്ന പരിശുദ്ധ സഭയെയും അതിന് നേതൃത്വം നൽകുന്ന പരിശുദ്ധ ബാബാ തിരുമനസിനെയും എല്ലാ പരിശുദ്ധ തിരുമേനിമാരെയും എല്ലാ വൈദികരെയും എല്ലാ ശുശ്രൂഷകരെയും ദൈവവേല ചെയ്യുന്ന എല്ലാവരെയും സമസ്ത ജനങ്ങളെ ഒരുപോലെ അനുഗ്രഹിപ്പാൻ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗാതുരനായി ചികിത്സയിൽ കഷ്ടതയിലായിരിക്കുന്ന ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കരുണയോടുന്ന് പ്രദാനം ചെയ്യണമേ. കർത്താവെ, രോഗത്തിൽ കഷ്ടതയിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരോടും അവിടുന്ന് മനസ്സിൽ തോന്നണമേ. ആരാധനയ്ക്ക് സാഹചര്യങ്ങളില്ലാതെ മനോഭാരത്തോടെ കഴിയുന്ന മനുഷ്യരെ അവിടുന്ന് കരുണയും സഹായിക്കും കരം നീട്ടി അനുഗ്രഹിക്കണമേ. രക്ഷയുടെ അനുഭവം കർത്താവെ ലോകത്തിന് നൽകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയിലും ദൈവാശ്രയത്തിലും വളരുവാൻ, നിന്നെ മാതൃകയാക്കി ജീവിപ്പാൻ തക്കണ്ണം അവിടുന്ന് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ യൗവനക്കാരെ മാതൃകയുള്ളവരായിട്ട് വളരുവാൻ അവിടുന്ന് പുലർത്തണമേ. ദൈവഭയമുള്ളവരായി ദൈവവചനത്തിനനുസൃതമായി തൃക്കരങ്ങൾ കീഴ്പ്പെട്ട് ജീവിപ്പാൻ എല്ലാവരും ഒരുക്കണമേ. വിവാഹിതരായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, വിവാഹത്തിനായിട്ട് ബഹുവാഞ്ചോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തക്കത്തോടെ നീ കാണിച്ചു കൊടുക്കണമേ. മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. മക്കളെ പോറ്റി പുലർത്തുവാൻ നിവൃത്തിയില്ലാതെ കഷ്ടത അനുഭവിക്കുന്നവരോട് മനസ്സിലിവ് തോന്നണമേ. ഉപജീവന മാർഗത്തിന് വകയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളോട് അവിടുന്ന് മനസ്സിലിവ് തോന്നണമേ. കുടുംബം പുലർത്തുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് നീ നിറയ്ക്കണമേ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന ലോകങ്ങളോട്, ദേശങ്ങളോട്, വ്യക്തികളോട് കർത്താവിന് കരുണ ചെയ്യണമേ. ഇല്ലായ്മകളിലും അല്ലായ്മയിലും ദുരിതങ്ങളിലും ദുഃഖങ്ങളിലുമായിരിക്കുന്നവരെ അവിടുന്ന് കൃപ ചെയ്യണമേ. രോഗത്താൽ നിലവിളിക്കുന്നവരെ ഓർക്കുന്ന കർത്താവെ, ആശുപത്രിയിലായി, ഭവനങ്ങളിലായി വേദന അനുഭവിക്കുന്ന ദൈവമക്കളോട് കനിവ് തോന്നണമേ. നീ മഹാവൈദ്യന സിദ്ധ ഔഷധവുമാണല്ലോ. നിന്റെ ഔഷധത്താൽ അവർക്ക് സൗഖ്യ സമാധാനം കൊടുക്കണമേ. എഴുന്നേറ്റ് ദൈവമേ നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്റെ നന്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ സർവ്വമാൻ ജനത്തെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയെ നിർവടിയായിട്ട് നിർവഹിപ്പാൻ തക്കോണം കനിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ദൈവവചനം ഘോഷിച്ച, വ്യാഖ്യാനിച്ച നവന്യാചാര്യനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ കൃപയാൽ നിറയ്ക്കണമേ. ശിഷ്ടായുസ് കൂടുതൽ ദൈവകൃപയിൽ വ്യാപരിപ്പാൻ അവിടുന്ന് അനുഗ്രഹങ്ങളെ കൊടുക്കണമേ. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. കേൾവിയുടെ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കണം ശ്രദ്ധയോടെ കാത്തിരുന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭദ്രാസനത്തെയും അതിനെ നയിക്കുന്ന അഭിമന്യ പിതാവിനെയും എല്ലാ വൈദികരെയും എല്ലാ ആത്മീയ സംഘടനാ പ്രവർത്തകരെയും എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണമേ. സമസ്ത നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആകാശത്തെയും ഭൂമിയെയും കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ പങ്കെടുത്ത് എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെ വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെയും ദൈവം തമ്പുരാൻ പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനവും കറ്റിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ഉന്നതവും ശ്രേഷ്ഠവും അവിടുത്തെ സിംഹാസനം കേൾക്കപ്പെട്ട് അംഗീകരിക്കപ്പെടുമാറാകണമേ. വിഷയമാവോ റുഹോഹായോ കാദീശോ ഹോശോ കുലസുബാൻ ലവൽ മീൻ.